അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈറ്റിനെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ഫ്ലാഷിനെ പറ്റിയാണ് പറയുന്നത്. ഷംസി ഇവിടെ വേഗം കൊണ്ടുവരും, ഐറ്റംസുകളൊക്കെ കൊണ്ടുവരും. യെസ്, ഇഷ്ടം പോലെ ഫ്ലാഷ്. ഇന്ന് നമ്മൾ ഫ്ലാഷിൽ ഫുള്ള് ഗോഡക്സിന്റെ ഒരു മൊണോപ്പൊളി അല്ലേ? ഗോഡക്സിന്റെ ലൈറ്റ് ക്വാളിറ്റി നല്ല നാച്ചുറൽ ക്വാളിറ്റി കിട്ടും. സെക്കൻഡ് ഗോഡക്സിൽ ഒരുപാട് പിന്നെ ഓപ്ഷൻസ് കൂടുതലാണ്. ഓപ്ഷൻസ് കൂടുതലാണ് അല്ലേ? ഇതിപ്പോ പുതിയ ഇറങ്ങിയ മോഡലല്ലേ ഈ സാധനം? ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ലെക്സ് മാസ്റ്റർ സിംഗംബോ. ഇതിന് എത്ര പ്രൈസ്? എത്ര ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 750. വേറെ പിന്നെ നമ്മൾ ഏതൊക്കെയുള്ള സോണി, കാനോൺ അങ്ങനത്തെ കുറെ എല്ലാ ബ്രാൻഡിലും ഫ്ലാഷ് വരുന്നുണ്ട്. ഇപ്പൊ കാനോണിൽ ഫ്ലാഷ് വരുന്നുണ്ട്, സോണിയിൽ വരുന്നുണ്ട്, നിക്കോണിൽ വരുന്നുണ്ട്, എല്ലാ ബ്രാൻഡിലും വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് കുറച്ച് ബ്രാൻഡ് കൂടെ ഉണ്ട്. വിസിക്കോയിൽ വരുന്നുണ്ട്, പിന്നെ പ്രൊഫോട്ടോ എന്ന് പറഞ്ഞൊരു ഫ്ലാഷ് വരുന്നുണ്ട്. യുങ് എന്ന് പറഞ്ഞൊരു കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലാഷ് വരുന്നുണ്ട്. പിന്നെ നിസ്സിനി, മാക്സ് ഇങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. പക്ഷെ കൂടുതൽ ഓപ്ഷൻ ഉള്ളത് ഗോഡക്സിലാണ്. എനിക്ക് പിന്നെ ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ലല്ലോ. ഫ്ലാഷ് ഒക്കെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അത് രാത്രി എന്തെങ്കിലും വല്ല ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിളിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഫ്ലാഷ് യൂസ് ചെയ്യാറുള്ളൂ. ഇതിൽ എക്സ്പെർട്ട് ആണ്. ഓക്കെ, ഈ സാധനമാണ് എൻ്റെ അടുത്തുള്ളത് ഗോഡക്സിന്റെ. ഈ ഫ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോഗ്രാഫറിന് മസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡീറ്റെയിൽസ് എടുക്കൽ ഒരു ഫോട്ടോന്റെ. അപ്പോൾ ആ ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണ്ടെങ്കിൽ ഫ്ലാഷ് മസ്റ്റാണ്. ബിഗിനേഴ്സിന് അതിന്റെ പെട്ടെന്ന് ആവശ്യം വരില്ല. പക്ഷെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർക്ക് മസ്റ്റ് ആണ് ലൈറ്റ്. എത്ര ലൈറ്റ് ത്രോ ചെയ്യുന്നു അതിനൊക്കെ ലെൻസ് ത്രൂ എടുക്കുന്നതല്ലേ. പിന്നെ 2 ടൈപ്പ് ഫ്ലാഷ് വരുന്നുണ്ട്. ഒന്ന് പിന്നെ ഈ ക്യാമറന്റെ ഹോട്ട്ഷൂന്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്ന ഫ്ലാഷും വരുന്നുണ്ട്, ഔട്ട്ഡോർ വെക്കുന്ന ഫ്ലാഷുകളും വരുന്നുണ്ട്. വെള്ള ബാറ്ററിയിലാണ് ആക്സസ് ചെയ്യുക. ഇതിന്റെ സ്പീഡ് ലൈറ്റ്, ഇതിന്റെ ആ ഷട്ടർ അടിക്കുന്നതിന് കണക്കായിട്ട് ലൈറ്റ് വലിച്ചെടുക്കണമല്ലോ. പിന്നെ ഗോഡക്സിന്റെ ഏതൊക്കെ ഐറ്റംസുകൾ ഏതൊക്കെയുള്ള നമ്മുടെ അടുത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബേസ് മോഡൽ വരുന്നത് ഈ ഐറ്റംസ് ആണ്. TT 350 വരുന്നുണ്ട്, ഇതിന്റെ പ്രൈസ് 520 വരുന്നുണ്ട്. TT 350 ഇതിന് 290 ഉള്ളൂ. പിന്നെ TT 520 Mark 3 എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. ഇതിന് 250 dirhams വരും. 250. പിന്നെ 685 മാത്രം. ഇതിൽ തന്നെ ഇത് യൂണിവേഴ്സൽ ഉണ്ട്. പിന്നെ ഓരോ പർട്ടിക്കുലർ കമ്പനീന്റെ ഇത് C എന്ന് വന്നു കഴിഞ്ഞാൽ കാനോൺ, S വന്നു കഴിഞ്ഞാൽ സോണി, അങ്ങനെയാണത്. പിന്നെ N വന്നു കഴിഞ്ഞാൽ നിക്കോൺ. അങ്ങനെ ഓരോ വേരിയൻസിൽ അത് മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ആ മൗണ്ടിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെത്ര? ഇതിന് 490. TT 685 കുറച്ചും കൂടി ഹയർ വേർഷൻ ആണ്. അത് സോണിയുടെ സോണിയുടെ പ്രൈസ് വ്യത്യാസമുണ്ട്. അങ്ങനെയല്ല, എല്ലാത്തിനും ഈ സീരീസ് എല്ലാം ഒരേ റേറ്റ് തന്നെ വരുന്നത്. പക്ഷെ ഓരോ മൗണ്ട് വ്യത്യാസം, ഷൂന്റെ വ്യത്യാസം വരുന്നത്. ഇതുണ്ടാ അതിന്റെ ഹോട്ട് ഷൂ വരിക. പിന്നെ ഇതിൽ ഫ്ലാഷിൽ തന്നെ ഒരുപാട് വേരിയന്റ് വെച്ചാൽ TTL, HSS ഇങ്ങനെ 2 സംഭവമുണ്ട്. TTL എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈറ്റ് ക്യാമറ തന്നെ സെൻസ് ചെയ്യും എത്ര ലൈറ്റ് വേണമെന്നുള്ളത്. പിന്നെ HSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് സിങ്ക്. അത് നമ്മൾ ഈ പഴയ ക്യാമറയിലില്ലേ, അപ്പൊ അതിലെല്ലാം ഇത് കുറവായിരിക്കും. പഴയ ഫ്ലാഷ് ഈ ഇപ്പം വരുന്നതെല്ലാം ഷട്ടർ സ്പീഡ് കൂടുതലല്ല. അപ്പൊ അതിന് കണക്കായിട്ട് ഫ്ലാഷ് ഇത് 1/1000 ഫ്രെയിംസിൽ ആ സ്പീഡിൽ എടുക്കും. പിന്നെ എങ്ങനെ 100 വില കുറഞ്ഞ ഇപ്പം വരുന്നില്ല. ഇപ്പൊ എല്ലാം ഹൈ സ്പീഡ് സിങ്കിങ് ഉള്ളത് എല്ലാ ബ്രാൻഡിലും വരുന്നുള്ളൂ. മുന്നേ വന്നല്ലോ HSS ഉണ്ടാവില്ല. അടിക്കുന്നുണ്ടെങ്കിൽ 1/1000. മറ്റെല്ലാം മുന്നേ വന്നത് 1/200 എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കോമ്പാക്ട് ഫ്ലാഷ് വരുന്നുണ്ട്, പോക്കറ്റ് ഫ്ലാഷ് വരുന്നുണ്ട്. ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലും ഫിറ്റ് ചെയ്യാൻ പറ്റും, ക്യാമറന്റെ മേലും ഫിറ്റ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ലൈറ്റ് സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ സൈഡിൽ ഇത് ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്. ട്രിഗർ ക്യാമറ അടിക്കുമ്പോൾ അവിടെ 4 ഫ്ലാഷ് 5 ഫ്ലാഷ് എല്ലാം ഒന്നിച്ചടിക്കുന്നില്ല. അതിനൊരു ട്രിഗർ യൂസ് ചെയ്യും. അത് 16 ചാനൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ റൗണ്ട് ഫ്ലാഷ് വരുന്നുണ്ട്. ഇതാകുമ്പോ ഇത് ഡയറക്റ്റ് ഒരു പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി, മോഡലിംഗ്, ഷൂട്ടിംഗ് ഇങ്ങനെയുള്ള ഈ ഫ്ലാഷ് നല്ലതാണ്. പിന്നെ വരുന്നത് സ്ക്വയർ ഫ്ലാഷ്. ഇത് എല്ലാം ഓരോ സോഫ്റ്റ് വെക്സ് വെച്ചെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം കണക്കന്നെ. ഇതിനൊക്കെ പ്രൈസ് ഒക്കെ പറയുന്നത് നമുക്ക് ഓരോന്നിന്റെ പ്രൈസ് പരിചയപ്പെടാം. ഇപ്പൊ ഗോഡക്സിൽ V480 ഉണ്ടല്ലോ. ഗോഡക്സിന്റെ V480 ഇതിന് 525. ഓക്കെ. ഗോഡക്സ് ഇത് C എന്ന് പറഞ്ഞാൽ കാനോൺ. അതിൽ നിക്കോൺ വരുന്നുണ്ട്. പിന്നെ ഇതാ അപ്പോൾ ഒരു പ്രോഡക്റ്റിന് എല്ലാത്തിനും പ്രൈസ് സെയിം ആയിരിക്കും അല്ലേ? എല്ലാത്തിനുള്ള V1 അത് സോണി ആയാലും കാനോൺ ആയാലും സെയിം പ്രൈസ് തന്നെ ആയിരിക്കും. ഇതെല്ലാം ഒരു മൗണ്ട് മറ്റേ ഷൂ മാത്രമേ മാറുന്നുള്ളൂ. ഇത് V1N, V1N നിക്കോൺ എന്ന് പറയും. V1C കാനോൺ, V1F ഇതെന്താണ്? ഫുജി, സോണി. ഓക്കെ. ഇതിന്റെ പ്രൈസ് എത്ര? 5 ഇതിന്റെ ഇതിന് കൂടുതലാ V1ന്. ഒരു മിനിറ്റ്,
ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 690 വരും. 690 dirhams. 690. ചില സമയത്ത് ഇതിന്റെ പ്രൈസിൽ വേരിയേഷൻ വരുത്തുന്നുണ്ട് കേട്ടോ, ചില മോഡലിൽ. ഇതിന്റെ സെക്കൻഡ് വേർഷൻ വന്ന് ഇത് V1 അല്ലേ, ഇത് V1 Pro വരുന്നത്, വേർഷൻ 2 വേർഷൻ പ്രോ. ഇത് V1 ൽ അതേപോലെ തന്നെ V1C, V1 S, സോണിയും കാനോണും ഉണ്ട്. നിക്കോണിന്റെ സ്റ്റോക്ക് കിട്ടോ. വാട്സപ്പിൽ മെസ്സേജ് നമുക്ക് സാധനം കിട്ടൂലേ? V1 Pro. അല്ലടാ, സാധനം കിട്ടി വരുന്നതിന് ഇപ്പം നമുക്ക് ഇവിടെ സോണിയും കാനോണുള്ളൂ, ഇപ്പം നിക്കോണില്ല. അപ്പം നിക്കോണിന്റെ ഒരാൾ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് നമുക്ക് സാധനം എത്തിച്ചു കൊടുക്കാം. ഇന്ന ഡേറ്റിന് വരും എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് നമ്മൾ സാധനം എത്തിക്കും. ഇൻഫോം ചെയ്യും. പിന്നെ ഇവിടെ ഉള്ള അടുത്തുള്ളതാണ് ഇങ്ങോട്ട് പോരിട്ടോ, ബസ്സിലോട്ട് പോരി. മുമ്പ് മെസ്സേജ് അയച്ചാൽ കുറച്ച് ഡിലേ ആണ്, ഇപ്പോൾ ഡിലേ ആവില്ല, കാരണം അതിനായിട്ട് ഒരാൾ മെസ്സേജിനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ പറഞ്ഞ് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ ഒരാളോട് വെച്ചിട്ടുണ്ട്. ഇനി മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്നുള്ളത്. അതെ, പിന്നെ ഇതിന്റെ ഡിഫറൻസ് ചോദിച്ചില്ല. ഡിഫറൻസ് വേർഷൻ V1 പ്രോയും V1ഉം. അതിന്റെ ഡിഫറൻസ് എനിക്ക് അറിയില്ല. ഇതിന്റെ ഇവിടെ എക്സ്ട്രാ ഫ്ലാഷ് ഉണ്ട്. അതിന്റെ ഗുണം എന്താ പറയുക? ഇതിന്റെ ഗുണം വെച്ചാൽ നമ്മള് ഈ ഇൻഡോർ ഫോട്ടോഗ്രാഫി കഴിഞ്ഞ് ചില പബ്ബില് അല്ലെങ്കിൽ ചില ഇൻഡോറിൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലാഷ് അടിക്കാൻ പറ്റില്ല. മീറ്റിംഗ് ഏരിയയിൽ ഫ്ലാഷ് അടിക്കാം. അപ്പോൾ ചെറിയ ഫ്ലാഷ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ത്രോ കൊടുക്കാം ഹെയർ ഇതിലേക്ക്. ഈ ഫ്ലാഷ് നേരെ നമുക്ക് സീലിംഗിലേക്ക്, വൈറ്റ് സീലിംഗ് അവിടെ ത്രോ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഫ്യൂസറിലേക്ക് ത്രോ കൊടുത്തിട്ട് എടുത്ത ഫ്ലാഷ് നേരെ ഫേസിൽ അടിക്കും. ആയിരിക്കും അല്ലേ? വല്ല ഐഡിയ ഒന്നുമില്ല സാറിന് ഇതിനെ പറ്റി, വല്ല ഐഡിയ ഒന്നുമില്ല. വല്ല ഐഡിയ ഒന്നുമില്ല, ഫുൾ ഐഡിയ വെച്ചിട്ട് അങ്ങ് പറയാം. ബാക്കി കസ്റ്റമർക്ക് അറിയാം, ഇത് എടുക്കുന്നവർക്ക് അറിയാം എന്താണ് ഇതിന്റെ ഉപയോഗം. നന്നായിട്ട് അറിയാം. കസ്റ്റമർക്ക് നമ്മൾക്ക് കിട്ടുന്ന അറിവ് കസ്റ്റമറുടെ അടുത്ത് കിട്ടുന്ന അറിവാ. പറഞ്ഞുതരും, അവർ പറഞ്ഞുതരും ഇത് എന്തിനാണ് എങ്ങനെയാണ്. അല്ല, ഇതിന്റെ പ്രൈസ് നമ്മൾ സംസാരിച്ചോ? പ്രൈസ് പറഞ്ഞോ? ഇതിന്റെ പ്രൈസ് പറയണം, നേരെ ഇങ്ങോട്ട് പോരി ഹിസ്റ്ററിൽ പറയണം. ഇതിൻ്റെത് 1050 ആണ് ഇതിന്റെ റേറ്റ്. പക്ഷെ ഒരു 950 ആ റേഞ്ചിലെല്ലാം കൊടുക്കാൻ പറ്റും. നമ്മളെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എടുക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാല് ഇത് വാങ്ങിക്കുന്ന സമയത്തില്ലേ വെറും ഫ്ലാഷ് മാത്രമല്ല വാങ്ങിക്കുക, ആ കസ്റ്റമർക്ക് ഒരുപാട് സാധനം വേണ്ടി വരും. കാരണം ഇതൊരു സ്റ്റുഡിയോ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഈവന്റ് പരിപാടിക്കെല്ലാം എടുക്കുമ്പോൾ ഫ്ലാഷ് വേണം, സ്റ്റാൻഡ് വേണം, പിന്നെ സോഫ്റ്റ് ബോക്സ് വേണം, ട്രിഗർ വേണം. അങ്ങനെ ഇതിന് ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ഒന്നിച്ചിട്ട് മേടിക്കാം. അപ്പം മൊത്തത്തിൽ ഒരു ഡിസ്കൗണ്ട് ആക്കിയിട്ട് കൊടുക്കില്ല. ഇതിന്റെ മാത്രം പ്രൈസ് പറയുന്നില്ല. ഇതിന് മുന്നേ ഫ്ലാഷ് അല്ല നമ്മൾ പെൻസിൽ ബാറ്ററി വെച്ചിട്ട് യൂസ് ചെയ്യില്ല. ഇപ്പൊ ഇതിന് ലിഥിയം ബാറ്ററി വരിക, പിന്നെ ഇത് ഡയറക്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിന് അതൊരു പ്രത്യേകതയുണ്ട്. മറ്റേ ഇതില് ആ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഇതിന് നമ്മൾ സെപ്പറേറ്റ് ബാറ്ററി, സെപ്പറേറ്റ് അഡാപ്റ്ററിലിട്ട് ചാർജ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അതിനുള്ളത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. നമുക്ക് ഡൗട്ട് മാറ്റാം. നമ്മളിത് ബുക്കിലേ അറിയാം. തുറന്നു സ്റ്റാൻഡാണ് തന്നെ 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 അതിൻ്റെ അഡാപ്റ്റർ ബാക്കി തുറക്കണം. യെസ് മിസ്റ്റർ. അപ്പോൾ ഇതാണ് V1 Pro S സോണീൻ്റെ മൗണ്ട് വരുന്നത്. ഈ ഷൂ മാറും, ഇതിൻ്റെ അടിയിലൊരു സാധനമില്ലേ നടന്നിട്ടല്ലേ, ഇതിൻ്റെ ഈ മൗണ്ട് മാറും. കനോണിന് വേറെ ആയിരിക്കും, സോണിക്ക് വേറെ ആയിരിക്കും. പിന്നെ കനോണുള്ള ഫ്ലാഷുള്ളൊക്കെ സോണീൻ്റെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇത് മൗണ്ട് ഷൂ മാറ്റിയിട്ടെല്ലാം യൂസ് ചെയ്യണം, കുറച്ച് പണിയുണ്ടായി. V100 ലേറ്റസ്റ്റ് ആയിട്ട് ഗോഡക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോഡലായിരുന്നു. ഓക്കെ, പ്രൈസ് പറഞ്ഞോ? ഇതിന്റെ പ്രൈസ് 1250 ആണ് റേറ്റ്. 1250. 1250. ഇതൊക്കെ പിന്നെ കണ്ടിന്യൂസ് അടിക്കാൻ പറ്റിയ അല്ലല്ലോ? ഇത് സ്പീഡ് അല്ല, ഹൈ സ്പീഡ് സിങ്ക് എന്ന് പറയും. കണ്ടിന്യൂസ് അടിക്കുന്നതിന് TTL ഉണ്ടോ? TTL റൗണ്ട് ഹെഡ് ഹോൾഡർ ക്യാമറ ഫ്ലാഷ്. ഇതിൽ ഇതുണ്ടാവും, HSS എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഹൈ സ്പീഡ് സിങ്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ ഷട്ടറിനനുസരിച്ച് അടിക്കുമോ? അടിച്ചോളൂ, സെൻസ് ചെയ്തിട്ട് അടിക്കും. പിന്നെ ലൈറ്റ് ഈ TTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, TTL എന്ന് പറഞ്ഞാൽ എന്താ പറയാ, TTL എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോൾ റൂമിൽ പോയി, അവിടെ ഭയങ്കരമായിട്ട് ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തിട്ട് അതിന് കണക്കായിട്ടുള്ള ലൈറ്റ് ത്രോ ചെയ്യും. അപ്പൊ നമ്മള് ഇത് മറ്റേ 1/, ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുന്നേ മാനുവൽ ചെയ്യാം. പക്ഷേ ഈ TTL ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്, വർക്ക് ഈസിയാവും, സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് മാനുവൽ ഇട്ട് അടിച്ചാൽ മതിയോ? മാനുവൽ ഇട്ട് അടിച്ചാൽ മതി, TTL ഓൺ ആക്കിയിട്ടാൽ മതി. അപ്പൊ അത് സെൻസ് ചെയ്തിട്ട് എത്ര ലൈറ്റ് വേണോ, അപ്പൊ എക്സ്പോഷർ കൂടി പോക്ക് കുറഞ്ഞു പോക്ക് അങ്ങനത്തെ പ്രശ്നം വരില്ല. അപ്പൊ TTL ഇല്ലാത്ത ഫ്ലാഷിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാലാണ് ക്യാമറമാൻ അറിയണോ എത്ര ലൈറ്റ് ഇവിടെ വേണോ എന്നുള്ളത്. അതിന് കണക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് അടിക്കണം. അപ്പോൾ 5-6 ഷോട്ട് അടിച്ചതിന് ശേഷം അത് സെറ്റ് ആക്കും. അല്ലെങ്കിൽ TTL ഓൺ ആയി കഴിഞ്ഞാൽ 2 ഷോട്ട് അടിക്കുമ്പോൾ തന്നെ ശേഷം മനസ്സിലാവും. അപ്പോൾ അതിന് കണക്കായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് ഇതെല്ലാം സെയിം തന്നെ അല്ലേ? ഏതൊക്കെയാണ്? പിന്നെ കാനോൺ, സോണി, നിക്കോൺ മൗണ്ട്, കാനോൺ മൗണ്ട്. ഓക്കെ, അതിന്റെ വർക്ക്, അതിന്റെ സ്പീഡ് വർത്താനോ അല്ലെങ്കിൽ ഓക്കെയാണ്, എല്ലാം സെറ്റ് ഓവറാണെന്നുണ്ടോ? ഓവറാകുമ്പോൾ പറയണേ തള്ളി മറിക്കുന്നതെന്ന് അറിയും. അടുത്തത് ഏതാ?
V1 860 V1 V8 അല്ല സോറി V860 ഇത് V50 എന്ന് പറഞ്ഞൊരു മോഡൽ അപ്ഡേറ്റ് ചെയ്തിട്ട് V860 Mark III അതിൽ വന്ന് നിക്കോൺ കനോൺ സോണി ഈ മൂന്ന് എല്ലാത്തിലും ഈ മൂന്ന് തന്നെ നമ്മൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ. ഇതിന്റെ പ്രൈസ് ഇതിന്റെ ഏകദേശം V1 ഓൾമോസ്റ്റ് സെയിം പ്രൈസാണ് വരുന്നത്. 750 650 750 ആ റേഞ്ചാണ് വരുന്നത്. എമൗണ്ട് മാറുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് പ്രൈസിൽ. ചെറിയ വ്യത്യാസം വരുന്നുണ്ടല്ലോ. അത് കറക്റ്റ് ഒന്ന് മൊബൈലിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതെ. പിന്നെ ഉള്ള ഒരു ഫ്ലാഷ് ആണ് ഇത്. ഇതിൽ 2 മോഡൽ ഫ്ലാഷ് ഉണ്ട്. ഇതൊന്ന് പിടിച്ചോ. ഒരു മൈക്രോ ഫ്ലാഷ് ഉണ്ട്. ഇത് രണ്ടും ഒരേ കാറ്റഗറി ആയിരുന്നു. ഇത് ഇങ്ങനെ ക്യാമറയുടെ പുറത്ത് ഇങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്ത് ഇതാണ് മൈക്രോ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാഷ് ആയത്. ഇത് ലെൻസിന്റെ മുകളിലാണ് ഈ ഫ്ലാഷ് ഉണ്ടാകുക. ഇവിടെ അതിന്റെ ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ലെൻസിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യും. ഫിൽറ്ററുള്ള സൈസ് ഉണ്ടാവും. ഇത് അഡാപ്റ്റർ ഉണ്ടാവും. ഇതിന് ലെൻസ് മാറുന്നതിന് അതിനൊക്കെ അഡാപ്റ്റ് ചെയ്യും. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡോക്ടേഴ്സാണ്. എന്തിന്? അവരോട് ചോദിക്കണോ? പല്ലിന്റെ ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞുതരും. ഇത് പല്ലിന്റെ ഫോട്ടോ എടുക്കൂലേ? 100 mm ലെൻസിൽ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൂരെ നിന്നിട്ട് നമുക്ക് പല്ലിന്റെ ഫോട്ടോ കറക്റ്റ് എടുക്കാൻ പറ്റും. മൈക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന മൈക്രോ ലെൻസ് ഇല്ലേ? മാക്രോ. കൂടുതലായിട്ട് ഞാൻ ഇത് കൊടുത്തത് ഈ ഡോക്ടേഴ്സിനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഫ്ലാഷ് അധികം. പിന്നെ ഈ ഗോൾഡിന്റെ ഡയമണ്ടിന്റെ ഫോട്ടോ എടുക്കുന്നില്ലേ, അവർ യൂസ് ചെയ്യും ഈ ഫ്ലാഷും 100 mm ലെൻസും. 105 അല്ലെങ്കിൽ 100 mm 90 mm ഈ ലെൻസിൽ ഇത് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യും. ഇതിന്റെ പ്രൈസ് 575. അപ്പൊ ഇതോ? ഇത് 750 780 790 ആ റേഞ്ചിൽ വരും. അത് പ്രൈസ് ചെറിയ. ഓക്കെ. ഇതാണ് AD100 Pro. ഇതിൽ ഇത് ഈ HSS എന്ന് കാണുന്നുണ്ട്. HSS TTL എന്ന് കണ്ടോ? ഹൈ സ്പീഡ് സിങ്ക്. ഹൈ സ്പീഡ് സിങ്ക് അപ് ടു 1:800 സെക്കൻഡിൽ അടിക്കാൻ പറ്റും. അത്ര 8000. ഇപ്പൊ നല്ല ഒരു 19 ഫ്രെയിംസ് അല്ല 10 ഫ്രെയിംസ് എല്ലാം വരുന്ന ക്യാമറയിലില്ലേ, സെക്കൻഡിൽ സ്പീഡ് ആവും. റേറ്റിങ്ങൾ മെസ്സേജ് അയച്ചാൽ കറക്റ്റ് പ്രൈസ് പറഞ്ഞു. ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് ഏകദേശം 1050 ആണ്. ഇതിന്റെ പ്രൈസിൽ വേരിയേഷൻ വരുമോ? അപ്പൊ നമ്മൾ ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ത് എടുത്തു കഴിഞ്ഞാലും 1 year വാറണ്ടി വരും. ഇവിടെ എന്ത് സാധനം വാങ്ങിച്ചു. പിന്നെ ഇപ്പൊ പുതിയൊരു ഫ്ലാഷ് കൊണ്ടുണ്ട് നമുക്ക് സിംഗം മാസ്റ്റർ, ലക്സ് മാസ്റ്റർ സിംഗം പോലെ. അതന്നെ റെട്രോ ക്യാമറ ഫ്ലാഷ്. ഇത് നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിവ്യൂ നമുക്ക് ചെയ്യണം. ഇത് ചെയ്യാം. ഇത് പുതിയൊരു ഞാൻ ഓരോ വീഡിയോ എന്തോ കണ്ട് യൂട്യൂബിൽ ഇങ്ങനെ സജഷൻസ് ഒന്ന് കണ്ടായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ഞാനിത് ഫുള്ളായിട്ട് ഇരുന്ന് നോക്കില്ല. ഞാൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക്, അതുകൊണ്ട് നമ്മൾ നോക്കാറില്ല. ഇത് പണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് മറ്റേ ലൈറ്റ് അടിക്കുന്നില്ല, അതിന് പകരം പുതിയതായിട്ട് അങ്ങനെയൊന്നുമല്ല. ഇത് സോഫ്റ്റ് ബോക്സ് അടക്കം വരുന്നത്. ചെറിയൊരു സോഫ്റ്റ് ബോക്സ് ഉണ്ട് ഇതിന്. അതായിരിക്കും. ഇതിന് എത്ര വില എത്രയായിരുന്നു ഇതിന്? ഇതിന്റെ വിലയാ സർപ്രൈസാണ്. ഇതിന് 790. ഓക്കെ. പിന്നെ AD300 Pro അവിടെ. ഇതാണ് ഔട്ട്ഡോർ ഫ്ലാഷ്. യെസ്. ഇത് AD200 എടുക്കും ഫസ്റ്റ്. നമുക്ക് അതിലിപ്പോൾ തുടങ്ങാം. AD200 നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലേ? ഇതാ എല്ലാം ഉണ്ട് സ്റ്റോക്ക്. എല്ലാം 2 സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ ഇതാണ് AD200 Pro 2. മുന്നേ പ്രോ ഉണ്ടായി, അത് സെക്കൻഡ് വേർഷൻ അതിൻ്റെ ഇറങ്ങി. ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഔട്ട്ഡോർ ഫ്ലാഷ് ആയത്. ഇത് നമ്മളിപ്പോൾ ബീച്ചിൽ അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ ഈവെന്റിലെല്ലാം പോയിട്ട് സെപ്പറേറ്റ് വെക്കാം. ഇത് ക്യാമറയുടെ മുകളിൽ ഷൂ ചെയ്യാൻ പറ്റില്ല, ക്യാമറന്റെ മൗണ്ടിങ് ചെയ്യാൻ പറ്റൂല. സെപ്പറേറ്റ് ട്രിഗർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഫ്ലാഷുകളാണ് ഇതെല്ലാം. ഇതും ഹൈ സ്പീഡ് തന്നെ. അതിലുണ്ടാവും, അതിനകത്ത് സ്പീഡാണ്. ഇത് 200 വാട്ട്സ് സ്പീഡാണ്. ഇതിന്റെ അടുത്ത് വരുന്നത് 300 വാട്ട്സ് ത്രോ ചെയ്യുന്നില്ലേ. ഇത് 100 വാട്ട്സ് വരെ ത്രോ ചെയ്യാൻ പറ്റും. ഇതിന്റെ 100 എന്ന് പറയുമ്പോൾ ഒരു 100. ഇതിൽ 75 V70 ഇല്ലേ ഞാൻ പറഞ്ഞ ഈ V1 76 ആണ് അതിന്റെ ഇത് വരുന്നത്, ത്രോയിങ് സൈസ് വരുന്നത്. പക്ഷെങ്കിൽ AD200 എന്ന് പറയുമ്പോൾ 300 വാട്ട്സ് ത്രോ ചെയ്യും. അത്ര സ്പീഡായിരിക്കും, അത്ര പവർ കൂടുതലായിരിക്കും. ലോങ് ലെങ്ത്തിൽ വെച്ച് കഴിഞ്ഞാലും കറക്റ്റ് സ്റ്റേജിന്റെ ഒരു ഈവന്റ് എല്ലാം നടത്തുന്നില്ല, അതിന് ഇങ്ങനത്തെ 2 മതിയാവും. രണ്ട് സൈഡിൽ സോഫ്റ്റ് ബോക്സ് വെച്ചിട്ട് ഇത് ഡിഫ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സ്ക്രീനിന്റെ നാച്ചുറാലിറ്റി പോയി പോകും. അതൊക്കെ യൂസ് ചെയ്യണം. ഈ പറഞ്ഞ ഇത് യൂസ് ചെയ്യണവർക്ക് ഇതിനെ പറ്റി നല്ല വിവരം ഉണ്ടാവും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ചോദിക്കുന്നവനിക്ക് അതിനെപ്പറ്റി പഠിച്ചാലേ ഇതിനെപ്പറ്റി ചോദിക്കും. അതെ. പിന്നെ അതാ AD400 Pro അവിടെ. ഇത് 300 400 പിന്നെ 600. 400 ഒക്കെ സെപ്പറേറ്റ് ബാഗ് തന്നെ ഉണ്ടാവും. അത് കുറച്ചും കൂടി പ്രോ ലെവലല്ലേ അല്ലേ. ഇതിന് എത്ര പ്രൈസ്? AD400 Pro ഇതിന്റെ പ്രൈസ് 1950 1950. പിന്നെ നോക്കിയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ആക്കാം. AD400 1900 ആ റേഞ്ച് വരുന്നത്. വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് പ്രൈസ് പറഞ്ഞു. ഓക്കെ. ഇത് 1450 വരും. അത് 300 Pro. ഇനി ഇതാ സാധനം
ഇതിന്റെ ഫസ്റ്റ് വന്നത് 600 Pro. AD600 Pro. ഇപ്പൊ Pro 2 ഇറങ്ങി. Pro 2 ഇറങ്ങി. എല്ലാത്തിലും Pro 2 ഇറങ്ങി. എന്തൊക്കെ അതിന്റെ ഉള്ളിലുള്ള സെറ്റപ്പ്. ഓക്കെ, AD600 Pro 2 എത്ര? ഇതിന് 2699 ആണ് പ്രൈസ്. ആ നോക്കിയിട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് ആക്കാം. ആ ഓക്കെ, ചെയ്തുതരാം. മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജ്. അപ്പോൾ ഇതൊക്കെയാണ് ഗോഡെക്സിലുള്ളത്. പിന്നെ VS765 എന്ന് പറഞ്ഞിട്ട് വിസിക്കോൽ ഒരു ഫ്ലാഷ് ഉണ്ട്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഫ്ലാഷ്. ഒരു ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയത്, ഒരു പ്രൊഫഷണൽ ലെവലിൽ വരെ ചെയ്യാൻ പറ്റും ഈ ഫ്ലാഷിൽ. ഇതുണ്ട്, ഇതുണ്ട് HSS ഉണ്ട്, TTL ഉണ്ട്. പിന്നെ ജനറേറ്റിംഗ് സ്പീഡ് 58 ആണ്. ഇതെല്ലാം 78, 80L, 90L വരുന്നുണ്ട് അതിൻ്റെ. ഇതിന്റെ പ്രൈസ് എത്ര? ഇതിന്റെ പ്രൈസ് 275 ആ റേഞ്ച് വരും. ആ പക്ഷെ ഇതും അങ്ങനെ ഹൈ സ്പീഡ് സിങ്ക് പറയുന്നുണ്ടല്ലോ ഇതിലും. അതിൽ പറയുന്നുണ്ട് 765. അത് ഇപ്പം വരുന്നതിനുള്ള ഹൈ സ്പീഡ് സിങ്ക് വരുന്നുണ്ട് എല്ലാത്തിലും. മുന്നേ അത് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പൊ നമ്മളെടുത്തുള്ള ഫ്ലാഷ് എല്ലാം ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്ത് കളയും. ഇതാ ഇതിന്റെ തന്നെ വിസിക്കോന്റെ വേറെ റൗണ്ട് ഫ്ലാഷ് V1ന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലാഷ് ആണിത്. ഇതിന് മറ്റേതിന് V1ന് കുറച്ച് കൂടുതലാണ്. ഈ ഗോഡെക്സിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൗണ്ട് ഫ്ലാഷ് ആണ്. VS1. ഇതിന് എത്ര വരുന്നത് പ്രൈസ്? ഇതിന് 550 വരും. 550 അല്ലേ? അതിലുള്ള സീരീസ് ആണ് ഇത്. ഇതിലും VS1 നല്ല ഇത് ജനറൽ ആയിട്ടുള്ള വരുന്ന ഫ്ലാഷ് ആണ്. ഇത് എല്ലാത്തിനും യൂസ് ചെയ്യാം. പഴയ മോഡൽ മൾട്ടി ക്യാമറ ഇല്ലേ, ഇതാണ് എൻ്റെ അടുത്തുള്ള എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലാഷ്, മൾട്ടി പർപ്പസ്. അതന്നെ അവിടെ എന്റെ ചങ്ങായി തന്ന എനിക്ക് ഓൻ്റെ അടുത്ത് എത്ര സാറ് എത്ര കാലം അവിടെ എടുത്ത് വെച്ചിട്ടാണ്. ഇതിന്റെ എത്ര? അതിന് 220. 220. പിന്നെ ഇത് ഒരു ഫ്ലാഷും കൂടി ഉണ്ട്, മൈക്രോ ഫ്ലാഷ് അല്ലേ? ഇതിന് എത്ര പ്രൈസ്? ഇതെന്താ ഫുൾ മഴവില്ല്? ഇതിന് എത്ര ഉണ്ട്? വില ഉണ്ടടാ, 390 dirhams ഉണ്ട്. ഇതെന്താ ഇത്? മറ്റേ മാക്രോ പരിപാടിക്ക് തന്നെ യൂസ് ചെയ്യണം. മാക്രോ ഇപ്പൊ നമ്മൾ ഏതാ പറഞ്ഞത്? ഇപ്പൊ നമ്മളെടുത്ത് ഗോഡെക്സും ചെയ്ത് വിസിക്കോ യങ്നോ എന്നുള്ള 3 ബ്രാൻഡ് ചെയ്തു. പിന്നെ കാനോൺ, സോണി, സോണി, പിന്നെ നിക്കോൺ, പിന്നെ അവരൊക്കെ ഫ്ലാഷ് ഉണ്ട്. പിന്നെ ഏതൊരു സാധനം പറഞ്ഞ ഏതൊരു പേരുണ്ടായിരുന്നു? എന്തായിരുന്നു? പ്രോഫോട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും സാധനങ്ങൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളെ അടുത്ത് ഇപ്പൊ ഇത്ര സാധനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഏതാണ് നിങ്ങൾ റിക്വയർമെന്റ്, നമ്മൾ സാധനം എത്തിക്കും. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അതായത് ഇപ്പൊ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ സാധനം റെഡിയാക്കി വെച്ചിട്ട് കൊറിയർ വേണ്ടി കൊറിയർ ചെയ്യാം. അല്ല നമ്മളെ വെബ്സൈറ്റിലേക്ക് കൂടി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് സെറ്റ് ആയി. കുറെ കാലം അതിന്റെ വർക്ക് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഡൺ ആയി. അതെ, ഓക്കെ. അപ്പൊ യു എയിൽ നമ്മൾ ഫുൾ ഡെലിവറി ഉണ്ട്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അതെ, ഇങ്ങോട്ട് വന്നാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. മധുരന്റെ സ്പെഷ്യൽ, ഷാനിദ് മധുരന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഷാനിക്കാന്നിട്ട് അയച്ചാൽ മതി. കുറെ ആൾക്കാർ ഇപ്പൊ ഷാനിക്കാന്റെ വീഡിയോ കണ്ടിട്ടാണ്. ഷാനിക്കാന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതാണ്. ഷാനിക്കാന്റെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ്. അപ്പൊ എന്നെ ഷാനിക്കാന്ന് വിളിക്കണൊക്കെ എന്റെ ഫോളോവേഴ്സ് മാത്രമല്ല, അധികം എന്റെ കുടുംബക്കാരായിരിക്കും. ഇന്നെ ഷാനിക്കാന്ന് കുടുംബക്കാർ ഫ്രണ്ട്സ് അല്ലാതെ ആരും വിളിക്കാറില്ല. സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ കൊടുക്കല്. അതെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ ഇനി എന്താ ചെയ്യാ? സോഫ്റ്റ് ബോക്സ്. ഇതിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ് ബോക്സും ട്രിഗറും ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിന്റെ പുറമെ നമുക്ക് ഓരോന്നിനും ഇൻഡിവിജ്വൽ റിവ്യൂ വേറെ വരാണ്ട്. ഇവിടുന്ന് ചെയ്യണമുണ്ട്, പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യണമുണ്ട്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇനി നമ്മളെ വീഡിയോയിൽ വരാണ്ട് ഇതിനെ പറ്റി തന്നെ. പക്ഷെ നമ്മൾ സ്പെസിഫിക് വിട്ടിട്ടുള്ള പരിപാടി ഇപ്പോൾ തൽക്കാലമല്ല അല്ലേ? ഇതാണ് നമ്മളെ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ. ഡിലേ ആയാലും നിങ്ങൾക്ക് റിപ്ലൈ എന്തായാലും കിട്ടും. കുറെ ആൾ കംപ്ലൈന്റ് ഉണ്ട്, മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സെയിൽസും ചെയ്യണോ, പിന്നെ അതിന് മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ സെറ്റ് ആക്കി. അപ്പൊ മെസ്സേജിന് കറക്റ്റ് റിപ്ലൈ വരും. ഡിലേ ആയി കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ വരും. അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസും കിട്ടും. വെബ്സൈറ്റിൽ പ്രൈസ് കുറച്ച് കൂടുതൽ തന്നെയാണ്. അത് കമ്പയർ ടു ബാക്കിയുള്ള ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാനും പറ്റും. അഥവാ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കോൾ ചെയ്ത് മെസ്സേജ് അയച്ചാൽ കൊറിയർ അയച്ചു തരും. ഓക്കെ, എന്തുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇതിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ അമർത്തിയാണല്ലോ അടുത്ത വീഡിയോ നമുക്ക് അപ്പനെ നോട്ടിഫിക്കേഷൻ വരും. ഷാനിക്കാന്റെ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ ബൈ. ഓക്കെ, ബൈ.